Hello dear friends, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? കറുമുറ ഒച്ച കേൾക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ഈവനിംഗ് വ്ളോഗിൽ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. മക്കൾക്ക് ഉച്ചയ്ക്ക് എക്സാമുള്ള ഒരു ദിവസമാണ് നിന്ന്, അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കൂടിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇതാ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയിലേക്ക് പോയെന്ന്. ചോറെന്ന് പറഞ്ഞുകൂടാ, ഇന്ന് നല്ല സിമ്പിളായിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടത്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴേക്ക് പച്ചക്കറി ആയിട്ടുള്ളത് ഒരു കഷ്ണം വെള്ളരിയാണ് കിട്ടിയത്. അപ്പോൾ വെള്ളരി കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഉണക്ക ചെമ്മീനും ഇട്ട് വെച്ച് നോക്കുമ്പോഴേക്കും ചട്ടീൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളരി തികയുന്നില്ല, നമുക്ക് മൂന്നാൾക്ക് എന്തായാലും തികയില്ല. അപ്പോൾ ഞാൻ മുറ്റത്ത് പോയി കുറച്ച് ചീരയും കൂടി പറിച്ച് നല്ല ഫ്രഷ് ചീര കഴുകി മുറിച്ചിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ചെറിയ കഷ്ണം വെള്ളരിയും അതുപോലെ തന്നെ ചീരയും കൂടി പിന്നെ തേങ്ങയും കൂടി ഇട്ടപ്പോൾ നല്ല സെറ്റായി. പിന്നെ ആ ഒരു ഉണക്ക ചെമ്മീൻ്റെ മണവും ടേസ്റ്റെല്ലാം കൂടി ഇതിൻ്റെ കൂടെ സെറ്റ് ആകുമ്പോഴേക്കും കഞ്ഞിക്ക് ഇത് മതിയാവും. ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും കുറച്ചൊന്ന് ബാക്കി വെക്കൽ പതിവാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പെരക്കി അടിക്കാനാണ് ചോറൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മക്കൾക്കാർക്കെങ്കിലും കുറച്ച് കഴിഞ്ഞൊന്ന് വിശന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചാൽ കുറച്ച് സാധനം ബാക്കി വെക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വറവിൻ്റെ കൂടെ നല്ല ഈത്തപ്പഴച്ചാറ്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് വീഡിയോയിലൊക്കെ. ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ചോന്നരീൻ്റെ കഞ്ഞിയും വറവും അച്ചാറുമാണ് ഇന്നത്തെ നല്ല റിച്ച് ആയിട്ടുള്ള ലഞ്ച് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഉച്ചക്കഞ്ഞിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ മക്കൾ എന്തായാലും ഉറങ്ങാനോ കിടക്കാനോ ഒന്നും പോകുന്നില്ല, അവർ ഭയങ്കര ബിസിയാണ്. മോനിത അവൻ്റെ ടോയ്സ് എല്ലാം ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട് കാർപ്പറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കളിയാണ്. സാധാരണ ഇങ്ങനെയുള്ള കളികളൊക്കെ മക്കൾ മടുത്താലാന്ന് കുറച്ച് സമയം മൊബൈൽ ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ്സും വീഡിയോസെല്ലാം കണ്ട് മടുത്തിട്ട് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ആയാൽ മതി എന്നുള്ളതാണ്. മുമ്പൊക്കെ എല്ലാ വീക്കെൻഡിലും പതിവുള്ളതാണ് ഈ ഒരു മൈക്ക് പരിപാടി. ഇപ്പം കുറച്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബിസി ആയതുകൊണ്ട്. അപ്പോൾ മക്കളേതായാലും നല്ല ബിസിയാണ്. അപ്പോൾ ഞാൻ മെല്ലെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. മോള് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും അങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തട്ടുകട സ്റ്റൈലിൽ തന്നെ ഒരു ഉള്ളിവട ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നല്ല നേരിയതായിട്ട് ഉള്ളി മുറിക്കാൻ വേണ്ടി കത്തിയെല്ലാം ഷാർപ്പ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 4 ഉള്ളിയാണ്, മീഡിയം സൈസിലുള്ള 4 ഉള്ളി. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നെ ഒരു പിടി കറിവേപ്പില കഴുകിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിവിടെ നല്ല തട്ടുകട സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ് വരണമെങ്കിൽ ഉള്ളി ഇതുപോലെ നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യണം, അത് നിർബന്ധമാണ്. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകിയിട്ട് പൊടിയായിട്ട് എരിഞ്ഞതാണ്. ഇനി ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല കുഴിയിലൊരു ബൗളാണേ. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം, എന്നാലേ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് ചേരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഈ ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം കുറച്ചിറങ്ങി വരും. നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കേണ്ടത് തീരെ വെള്ളം ചേർക്കാണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ളി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഉപ്പിട്ടിട്ട് വെച്ചാൽ നമുക്കിതിൽ തന്നെ ആവശ്യമുള്ള വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് വളരെ സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ്. സാധാരണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇടുന്ന മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ ഒരു തട്ടുകട സ്റ്റൈൽ ഉള്ളിവടക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം, അതിൻ്റെ വെള്ളമൊക്കെ ഊർന്ന് വരട്ടെ. ആ ഒരു സമയം നമുക്ക് മുറ്റത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങാം. മയിലുകളൊക്കെ കൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം കുറച്ച് നാളായിട്ട് പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കാറില്ല. ഇതെല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ക്ലൈമറ്റൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സൈക്കിൾ എടുക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അപ്പോൾ മോനിപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്രേസിലാണെന്നില്ല സൈക്കിൾ എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ വില്ലേൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട് ഇതുപോലെ. നമുക്ക് സൈക്കിൾ എടുക്കാനും നടക്കാനും പിന്നെ അവിടെ വെറുതെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു മജ്ലിസ് പോലത്തെ ഒരു സ്ഥലം.
അപ്പോൾ അവിടേക്കാണ് വന്നിട്ട് ഇടയ്ക്കൊക്കെ സൈക്കിൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, അപ്പോഴേക്കും മഗ്‌രിബ് കൊടുക്കും. എന്നാലും നല്ലൊരു സമയമാണ് റിലാക്സ് ആകാൻ പറ്റിയ. അപ്പോൾ ഇതാ ഞാനും ഇന്നൊരു 5 മിനിറ്റ് സൈക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ബാങ്കും എടുത്തു. പിന്നെ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് തന്നെ പോയി. ഇനി കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ ഉള്ളിവട പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ തന്നെ പറ്റും. അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഊർന്ന് വന്നിട്ട് പിന്നെ ഉള്ളിയെല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ ഒരു ഉപ്പെല്ലിട്ട് വെച്ചുകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി. ഇത്ര മാത്രമേ ഈ ഒരു ഉള്ളിവടക്ക് ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളി ഒന്ന് സ്റ്റിക്കായി പിടിക്കാം, ഒന്ന് ഒട്ടിപ്പിടിച്ച് നമുക്ക് ഉള്ളിവടൻ്റെ ഷേപ്പാക്കാൻ വേണ്ടി മാത്രമുള്ള മൈദയും കടലപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് മൈദ കലക്കിയിട്ട് അതിൽ നമ്മൾ ഉള്ളി ഇടുകയല്ല വേണ്ടത്. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ, ക്രിസ്പി ആയിട്ടും. ഇതാ ഇവിടെ ആവശ്യത്തിന് മാത്രമേ മൈദയും കടലമാവുള്ളൂ, കടലപ്പൊടി. അപ്പോൾ ഇനി വെള്ളമൊന്നും ഒരു തുള്ളി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം തന്നെ അതിലുണ്ട്. ഇനി നന്നായി ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചേർത്ത കടലപ്പൊടിയും മൈദപ്പൊടിയും പോരെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റില്ല ഈ ഒരു ഉള്ളിവടൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളി ഉതിർന്നുതിർന്ന് താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വലിയൊരു ബോൾ ആക്കും പോലെ നമ്മളൊരു പിടി എടുക്കുക, നല്ലോണം മിക്സ് ചെയ്തിട്ട്, എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം പ്രസ് ചെയ്തിട്ടൊരു ബോളാക്കുക. പിന്നെ നമ്മുടെ ഇതാ വിരൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഉള്ളിവടൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത്, നെയ്യിലേക്ക് ഇടുന്ന സമയത്ത് മാത്രം നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടയാക്കിയിട്ടിടാം. അപ്പോൾ ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയാണ് ആവശ്യം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല തിളക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ഹൈ ആക്കിയിട്ടാണ് ഉള്ളത്. നമ്മൾ ഇടുമ്പോൾ നല്ല ഹൈ ആക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മീഡിയം ടു ലോ ആക്കിയിട്ട് ഇത് കരിഞ്ഞു പോകാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 2-3 മാത്രമേ അറ്റ് എ ടൈം ഇടാൻ പാടുള്ളൂ. എല്ലാം കൂടി നമ്മളങ്ങ് ഇട്ടാൽ അതങ്ങ് സ്റ്റിക്കായി പോകും, അല്ലെങ്കിൽ ഉള്ളി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഞാനൊരു 3 മാത്രമേ തിളച്ച എണ്ണയിലേക്ക് ഒരേ സമയം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നന്നായി വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിവടയിൽ ഇതാ നല്ലോണം മൊരിഞ്ഞ് റെഡിയായി പാകമായി വരുന്നുണ്ട്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ. ഈ രീതിയിൽ നല്ല സിമ്പിളായിട്ട് അധികം ഐറ്റംസ് ഒന്നും ചേർക്കാണ്ട് നിങ്ങൾ ഉള്ളിവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ മസ്റ്റായിട്ട്. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ അത്യാവശ്യം തണുപ്പെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചായക്ക് നമുക്ക് ഇതുപോലെയുള്ള ഫ്രൈസ് എല്ലാം ഇനി അത്യാവശ്യം ഉണ്ടാക്കി കഴിക്കുന്ന ടൈമാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.